ഓക്കെ, അപ്പോൾ ഇന്ന് ലെസൺ 2 ആണ്. നമ്മൾ നിയമങ്ങളെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സാറാമിൻ്റെ നിയമമാണ് നമ്മൾ ഫസ്റ്റ് ലെസൺ 1 പഠിച്ചതല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ, ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹാസ്, ഹാവ്, ഹാഡ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് കേട്ടോ. ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, ഇതിൻ്റെ ഒന്നും മീനിങ് ഒന്നും ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നില്ല, ഇതിൻ്റെ നിയമം മാത്രമേ പറഞ്ഞു തരുള്ളൂ കേട്ടോ. മീനിങ് നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ സെൻറ്റൻസ് ആക്കുമ്പോൾ ഒക്കെ പഠിച്ചാൽ മതി. അപ്പോൾ ഹാസ് ഹാവ് ഉണ്ട് എന്നാണ് അർത്ഥമുള്ളത്. ഹാഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾക്കൊരു ബൈക്ക് ഉണ്ട്, അവൾക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഹാസ് ഹാവ് ഹാഡ് യൂസ് ചെയ്യണത് പൊതുവായിട്ട്. ആ അർത്ഥം മാത്രമല്ല, ഹാസ് ഹാവ് ഹാഡിൻ്റെ കുറേ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഹാസ് ഹാവ് ഹാഡ് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നിയമം പഠിക്കാൻ പോകണം. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ നിയമം പഠിക്കുക എന്നുള്ളതാണ്, റൂൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ റൂൾ എന്താണെന്ന് ഞാനിവിടെ എഴുതിയിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്യുക. ഐ, യു, വി, ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് ചേർക്കണം? ഹാവ് ചേർക്കണം. ഐ, യു, വി, ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ചേർക്കണം. ഹി സിംഗുലർ പ്ലൂരൽ എന്നൊക്കെ ഉണ്ട്, അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട. അപ്പം നിങ്ങൾ ആലോചിക്കും, അപ്പം എന്താണ് സിംഗുലർ പ്ലൂരൽ എന്ന് ഇങ്ങനെ അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഹി, ഷീ, ഇറ്റ് പേര് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, നെയിംസ് അല്ല പേര്, ഒരാളുടെ പേര് വരുമ്പോൾ നമ്മൾ ഹാസ് ചേർക്കണം. ഒന്നിൽ കൂടുതൽ പേരുകൾ ഉണ്ടെങ്കിലോ എന്ത് ചേർക്കണം? ഹാവ് ചേർക്കണം. ഇതാണ് നിയമം. ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക കേട്ടോ. എന്താണ് നിയമം? ഐ, യു, വി, ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ചേർക്കണം. ഹി, ഷീ, ഇറ്റ് അതുപോലെ പേര് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം. ഒന്നിൽ കൂടുതൽ പേരുകൾ ഉണ്ടെങ്കിൽ ഹാവ് ചേർക്കണം. ഇതാണ് നിയമം കേട്ടോ. അപ്പോൾ ഇനി ഇത് സെന്റൻസ് ആക്കി ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ്? ഐ, യു, വി, ദേ ഹാവ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. സെൻറ്റൻസ് ആക്കി ഇപ്പോൾ പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ എഴുതണതാണ് കേട്ടോ. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാറുണ്ട്. ഇനി ഷീ, അവൾക്ക് എന്ന് പറയാനാണെങ്കിലോ ഷീ ഹാസ് എ കാർ. കാരണം ഷീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് ചേർക്കണം? ഹാസ് ചേർക്കണം. സോ ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പേര് മീര. മീര പേര് വരുമ്പോൾ എന്ത് ചേർക്കണം? ഹാസ് ചേർക്കണം. മീര ഹാസ് എ കാർ, അവൾക്കൊരു കാറുണ്ട്. ഇങ്ങനെ ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഹാസ്, ഹാവ് ചേർക്കണത് കേട്ടോ. അപ്പോൾ എന്താണ് ഹാഡ്? ഹാഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റിനെയാണത് സൂചിപ്പിക്കുന്നത്. അതായത് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് കേട്ടോ. അതായത് കാർ ഉണ്ടായിരുന്നു, ഷോപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട്, ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട്. അപ്പോൾ ഹാഡിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ഹാവ് പോലെ അങ്ങനെ വേർതിരിവൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഹാഡ് ചേർക്കാം. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് പേരുകൾ എല്ലാത്തിനും കൂടെ നമുക്ക് എന്ത് ചേർക്കാം? ഹാഡ് ചേർക്കാം. അതിനങ്ങനത്തെ വേർതിരിവൊന്നുമില്ല കേട്ടോ. സോ ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഷി ഹാഡ് എ കാർ, അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹി ഹാഡ് എ കാർ, അവനൊരു കാർ ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് എന്ത് ചേർക്കാം? ഹാഡ് ചേർക്കാം. ഹാഡിന് നിയമങ്ങളൊന്നുമില്ല, ഹാസ് ഹാവിന് മാത്രമാണ് നിയമങ്ങളുള്ളത്. ഐ, യു, വി, ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ചേർക്കണം. ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ള നിയമം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ നിയമം ഹാസ് ഹാവ് ഹാഡ് ആണ് നമ്മൾ പഠിച്ചത്. അതിന് ഇതാണ് നിയമം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക, അങ്ങ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക്